കുറെ കൂടി ശക്തമായ തീരുമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഭടന്മാരെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ സംഘടനകളിൽ പലതിലും നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല. നവകേരള സദസ് കൊടുത്തത് 515 രൂപ ഇളവ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് വാർത്തയായിരുന്നു, വളരെ ശക്തമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. പക്ഷേ ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഇല്ല. അതിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത യൂട്യൂബ് ചാനലിൽ 2 കോടി വരിക്കാർ. മറ്റൊരു കുഞ്ഞു വാർത്തയുണ്ട്. ഇന്ത്യയിൽ ഇന്ന് കായിക താരങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് കാണുമ്പോൾ താൻ ജനിച്ചത് തെറ്റായ കാലത്താണെന്ന് തോന്നുന്നതായി കായിക താരം അഞ്ജു ബോബി ജോർജ്. ഹലോ, ഹായ്, നമസ്കാരം. ഇന്നലത്തെ ദിവസം UVDV വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം എന്നൊക്കെ പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 9 മണിക്ക് മുമ്പ് UVDV അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പലവിധ സാഹചര്യങ്ങൾ കൊണ്ട് സാധിച്ചില്ല. രാവിലെ വേറെ കുറച്ച് അത്യാവശ്യമായ ഒഴിവാക്കാൻ പറ്റാത്ത പരിപാടികൾ വന്നു. വൈകുന്നേരം മറ്റൊരു വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അത് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നാളെ ആയിരിക്കും കാണുക. അപ്പോൾ ആ വീഡിയോസിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഈ സമയമായി, രാത്രി. എന്തായാലും രാത്രിയാണെങ്കിലും വൈകിയാണെങ്കിലും നമ്മൾ പത്രം വായിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മെയിൻ ഒരു കാര്യമായി എൻ്റെ ഭാഗമായിട്ട് ചേർക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങിയിരിക്കുന്നത്. വീഡിയോയിലൂടെ സംസാരിക്കുമ്പോൾ എല്ലാ ദിവസവും വീഡിയോ ചെയ്യണം എന്ന് പറയുന്നൊരു തോന്നൽ എനിക്കുണ്ടാവും. ഞാനും അപ്ഡേറ്റഡ് ആയിരിക്കും. ഈ കഴിഞ്ഞ വീഡിയോയുടെ താഴെ ഒരാൾ കമൻ്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ചതല്ല, അയാൾ ശരിക്കും പുച്ഛിച്ചതാണ്. പുച്ഛം വെളിവുള്ളതാണെങ്കിൽ മാത്രമാണല്ലോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കമൻറ്റ് ഇങ്ങനെയാണ്. ജസ്റ്റിൻ അഗസ്റ്റിൻ ആണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. പാവമുണ്ണി പത്രം വായിച്ചത് സത്യമെന്ന് കരുതി മണ്ടനല്ല എന്ന് സ്വയം വിശ്വസിക്കുന്നു. ഈ പത്രം വായിച്ചിട്ട് പത്രം സത്യമല്ല എന്ന് നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നു. ഇനിയിപ്പോൾ മനോരമ പത്രത്തിൻ്റെ പ്രശ്നം കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ദിവസം മുതൽ പത്രം മാറ്റാം. എനിക്കങ്ങനെ ഇന്ന പത്രം വായിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പത്രം ഞാൻ വായിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് നടന്നു എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ആ ഇൻസിഡൻറ്റിനെ തുടർന്ന് അതെങ്ങനെ ഞാൻ വിലയിരുത്തണം എന്ന് ഞാൻ തീരുമാനിക്കുന്നത് എൻ്റെ രാഷ്ട്രീയ ബോധവും അതുപോലെ എൻ്റെ കുറച്ച് ജീവിതാനുഭവങ്ങളും അങ്ങനെയൊക്കെ വെച്ചിട്ടാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ പത്രത്തിനും ഓരോ പത്രമാധ്യമ സ്ഥാപനത്തിനും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയമുണ്ട്. അപ്പോൾ അത് മാക്സിമം കുത്തിക്കയറ്റാൻ അവരുടെ പരിശ്രമങ്ങളുണ്ടാവും. ഇന്നത്തെ UVDV വീഡിയോയിൽ നമുക്ക് അതുപോലത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഏത് പത്രമാണപ്പോൾ ശരി എന്നുള്ളത് കൂടി ആ കൂട്ടുകാരൻ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരുന്നു. ഞാൻ പാർട്ടി പത്രമാണോ വായിക്കേണ്ടത്, അതോ സഭയുടെ പത്രമാണോ വായിക്കേണ്ടത്, ഏതെങ്കിലും പരിവാരത്തിൻ്റെ പത്രമാണോ വായിക്കേണ്ടത്, ഏത് പത്രമാണ് എന്ന് കൂടി ഒന്ന് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ നന്നായിരുന്നു. അതോ ഇൻസ്റ്റഗ്രാമിൽ വരുന്ന വാർത്തകൾ മാത്രമാണ് വാർത്തയായി കൂട്ടുകാരൻ കൂട്ടിയിട്ടുള്ളൂ എന്നെനിക്കറിയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള മീഡിയത്തിലൂടെ വാർത്തകൾ കേൾക്കാൻ ശ്രമിക്കുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതും ഇൻസിഡൻറ്റുകളെ കേൾക്കാൻ ശ്രമിക്കുക. അതിനെക്കുറിച്ച് പിന്നീട് വാദോരാതെ എഴുതുന്ന. കഴിഞ്ഞ ദിവസം നമ്മൾ ഓയൂരിലൊരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസ് ഉണ്ടായിരുന്നല്ലോ. ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് പ്രതിയെ പിടിച്ചു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രതിയുടെ മറ്റേ ഗോഡൗണോ അങ്ങനെ എന്തോ പുള്ളിയുടെ ഒരു പറമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. രാത്രി 2 മണിക്ക് ലൈവ് പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്ന് ഓർക്കണം. ഒരു ലേഖകൻ അതിനകത്തേക്ക് കയറി പോകുന്നു. ഇവിടെയാണ് കുട്ടിയെ കൊണ്ടുവന്നിരിക്കുന്നത്, ഇവിടെ കൊണ്ടുവന്നിരുന്നെങ്കിൽ അതൊരു വലിയ തെറ്റായിരുന്നേനെ, ആ കുട്ടിയോട് ചെയ്യുന്നൊരു മഹാപാതകമായിരുന്നേനെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മറ്റേ ലൈവിലിരിക്കുന്ന ന്യൂസ് ആങ്കർ ഉണ്ടല്ലോ, പുള്ളിക്കാർ ചോദിക്കുകയാണ്, ഇങ്ങോട്ടാണ് കൊണ്ടുവന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ടല്ല കൊണ്ടുവന്നതെങ്കിൽ മറ്റെങ്ങോട്ടായിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നീ ലേഖകനോട് ചോദിക്കുന്നത്. പുള്ളി ഇപ്പോൾ വിവരം കിട്ടിയിട്ട് അവിടെ വന്നിട്ടുള്ളൂ. ഇനി പോലീസുകാർ വേണം ബാക്കി ഡീറ്റെയിൽസ് പറയാൻ വേണ്ടി. അതായത് അന്വേഷണ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലേക്ക് എങ്ങനെ മാക്സിമം ആളുകളിലേക്ക് ഈ പരിപാടി എത്തിക്കാം, നമ്മുടെ പേര് മാക്സിമം എത്തിക്കാം എന്ന് എല്ലാ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനൊന്നും അവരെ കുറ്റം പറയാനൊന്നുമില്ല. ഇതൊക്കെ വരുമാന സാധ്യതകൾ തന്നെയാണ്. എന്തൊക്കെ മാധ്യമ ധർമ്മം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാലും വരുമാനം എന്ന് പറയുന്നൊരു കാര്യം അവിടെ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ കണ്ണും പൂട്ടി വിശ്വസിക്കുകയല്ല, ഇൻസിഡൻറ്റുകളെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ബാക്കി നമ്മുടെ ബോധത്തിനനുസരിച്ച് വേണം തീരുമാനിക്കാൻ. ഞാനെല്ലാം സത്യമാണെന്ന് വിശ്വസിക്കുന്നുമില്ല. ഇന്നത്തെ പത്രത്തിൽ മനോരമയിൽ സെക്കൻഡ് പേജിൽ പ്രാദേശിക പേജാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഇങ്ങനെയാണ്: AI ക്യാമറയെ പറ്റിക്കാൻ നമ്പർ പ്ലേറ്റുകളിൽ തിരുത്ത്, നിയമം തെറ്റിക്കുന്ന വാഹനങ്ങൾ രക്ഷപ്പെടും, നോട്ടീസ് മറ്റു വാഹനങ്ങൾക്ക്. കബളിപ്പിക്കാൻ വേണ്ടി തമിഴ്നാട് രജിസ്ട്രേഷൻ നമ്പർ വരെ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അത് AI ക്യാമറയെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല ടെക്നിക്കുകളും ഒരു സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു പഴത്തിൻ്റെ തൊലിയോ എന്തോ വെച്ച് വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ AI ക്യാമറയ്ക്ക് നമ്പർ പിടിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ്. ഇതിലെ ചോദ്യം ഇതാണ്: നിങ്ങൾ ആരെയാണ് പറ്റിക്കാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ വാഹനത്തിന് കൃത്യമായി ഇൻഷുറൻസ് എടുക്കുക, അതിൻ്റെ പുക സർട്ടിഫിക്കറ്റ് എടുത്തു വെക്കുക, ഹെൽമെറ്റ് കൃത്യമായി ഉപയോഗിക്കുക. ഈ പറയുന്ന 3 കാര്യങ്ങളാണ് നിങ്ങളുടെ വിഷയമെങ്കിൽ ഇത് 3 നിങ്ങൾ ചെയ്യേണ്ടതാണ്. വണ്ടി എവിടെയെങ്കിലും തട്ടുന്ന മൊമെൻറ്റ് വരെ നിങ്ങളുടെ വണ്ടിക്ക് പുക സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ MVD പിടിക്കുകയോ അല്ലെങ്കിൽ പോലീസ് പിടിക്കുകയോ ചെയ്യുമ്പോഴുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പോകുമ്പോൾ മലിനീകരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടില്ല. ചെറിയ കാര്യങ്ങൾക്കൊക്കെയാണ് ഇൻഷുറൻസ് കവറേജ് നമുക്ക് മിസ്സായി പോവുക. അതിന് വേണ്ടിയെങ്കിലും ചെയ്യടൂ. AI ക്യാമറയെ പറ്റിക്കാനോ പോലീസുകാരെ പറ്റിക്കാനോ MVDനെ പറ്റിക്കാനോ വേണ്ടി ചെയ്യേണ്ട. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ക്രിട്ടിക്കലായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും ഒരു ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. വിചാരിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല. അങ്ങനെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ ചെല്ലുമ്പോൾ കമ്പനി കൈമലർത്തി കാണിക്കും, നിങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്താണ്? അതുപോലെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു വാഹന അപകടം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേസ് വേറെ രീതിയിലേക്ക് പോകും. അത് നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശരീരത്തിനൊന്നും പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് നാൾ കിടന്ന് അലയേണ്ടി വരും. ഇനി ഹെൽമെറ്റ് ആണോ പ്രശ്നം? വണ്ടിയിൽ നിന്ന് വീഴുമ്പോൾ ഏറ്റവും മിനിമം
തലയ്ക്കെങ്കിലും ഒരു സംരക്ഷണം കിട്ടണ്ടേ. കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഈ ഹെൽമെറ്റ് വെക്കണമെന്നുള്ളൊരു നിബന്ധന പറയുന്നു, ഹെൽമെറ്റ് വെച്ചുകൊണ്ട് റോഡിൽ വീണ് കഴിഞ്ഞാൽ ബാക്കി ബോഡി മുഴുവൻ ചതഞ്ഞരഞ്ഞാൽ എന്ത് ചെയ്യും എന്നൊക്കെയാണ് ചോദ്യം വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നിങ്ങൾക്കൊരു തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ഹെൽമെറ്റ് മാത്രമല്ല ജാക്കറ്റും പാൻസും റൈഡിംഗ് ബൂട്ട്സും ഒക്കെ അവൈലബിൾ ആണ്. അതെല്ലാം ഇട്ടിട്ട് ഏറ്റവും സേഫായിട്ട് വേണം നിങ്ങൾ വാഹനം ഓടിക്കാൻ. ശരിക്കും അങ്ങനെ തന്നെ വേണം. ടൂ വീലറിൽ ഇപ്പോൾ റോഡിലൂടെ പല ആളുകളും പോകുന്ന പോക്ക് കാണുമ്പോൾ വാഹനം ഓടിക്കാൻ എന്ന് നമ്മൾ നിർബന്ധിക്കണം എന്നൊക്കെ തോന്നി പോകാറുണ്ട്. പക്ഷേ ഹെൽമെറ്റ് വെക്കാൻ പറയുന്നത് വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ ആദ്യം തറയിൽ തട്ടാൻ പോകുന്നത് തലയാണ്. നമ്മളിപ്പോൾ വെറുതെ വീണ് കഴിഞ്ഞാൽ, നമ്മുടെ ഫുൾ ബോഡി പവർ വിട്ട് വീണ് കഴിഞ്ഞാൽ തല യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ടേന്നൊരടി അടിക്കും. ആ ഒരു അടി വളരെ ഡേഞ്ചറസ് ആണ് മനുഷ്യ ശരീരത്തിനെ സംബന്ധിച്ച്. പ്ലീസ് ഹെൽമെറ്റ് എങ്കിലും വെക്കൂ എന്നാണ് ഞാൻ പറയുക. അതുപോലെ തന്നെ ഈ നമ്പർ പ്ലേറ്റിൽ തിരുത്തും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു വാർത്ത സത്യത്തിൽ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിച്ചതിൻ്റെ കാരണം ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും പലരും ചെയ്യുന്ന ഒരു പരോപകാരമായി ഉദ്ദേശിച്ചൊക്കെ ചെയ്യുന്നതാണെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതായത് ഞാനൊരു വാഹനത്തിൽ ഇങ്ങനെ യാത്ര ചെയ്തു വരുന്നു, ഒരു പോലീസ് ചെക്കിങ് അല്ലെങ്കിൽ MVDയുടെ ചെക്കിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെക്കിങ് അവിടെ നടക്കുകയാണ്. ആ ചെക്കിങ് ഞാൻ പാസ് ചെയ്ത് പിന്നെ അങ്ങോട്ടുള്ള ഓരോ വളവിലും എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ അറിയോ, ഹെൽമെറ്റ് ഇല്ലാതെ വരുന്ന പാവപ്പെട്ട യുവാക്കൾക്കൊക്കെ ചെക്കിങ് ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുക. അടുത്ത സ്ഥലത്തെത്തുമ്പോൾ ബാക്കിയുള്ളവർക്കും ചെക്കിങ് ഉണ്ട് ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ വീണ്ടും ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അവരെ ആരെങ്കിലും ഇതുപോലെ സഹായിച്ചിട്ടുണ്ടാവുമോ? കാരണം അവരുടെ വാഹനം വലിയ സംശയങ്ങളൊന്നും ഉണ്ടാക്കാതെയാണല്ലോ പോയിട്ടുള്ളത്. പോലീസുകാർ എത്രയോ സ്ഥലത്ത് ചെക്കിംഗ് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്കിംഗ് ഉണ്ട് എന്ന് സഹായിച്ചിട്ടുള്ള എത്രയോ ആളുകളുണ്ടാവും. ഞാൻ പേഴ്സണലി സഹായിക്കാറില്ല. സഹായിക്കരുതെന്ന് നമ്മുടെ റേഡിയോ കാലത്തെ ആ ജോലി സമയം തൊട്ട് തന്നെ റേഡിയോയിലൂടെ നമ്മൾ പറയാറുള്ളതാണ്. ഒരു കാരണവശാലും ചെയ്യരുത്. പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പോലീസ് ചെക്കിംഗ് ഭയന്ന് ഓടിയ ആളുകൾ മരിച്ചു, അവർ കിണറ്റിൽ വീണു അല്ലെങ്കിൽ ഒരു കുഴിയിലേക്ക് വീണു, കാർ ആക്സിഡൻ്റായി, ബൈക്ക് ആക്സിഡൻ്റായി എന്നൊക്കെ കേൾക്കുന്നുണ്ട്. പോലീസുകാർ നമ്മളെ അല്ലെങ്കിൽ MVD നമ്മുടെ വണ്ടിക്ക് കൈ കാണിച്ചു കഴിഞ്ഞാൽ അവരെ വെട്ടിച്ച് പോവുക എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ അവരവിടെ നിൽക്കുന്ന ഒരു കൊള്ളസംഘത്തിനെ പിടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ്റെ ഭാഗമായിട്ട്. ഓട്ടോമാറ്റിക്കലി അങ്ങനെ നിർത്താതെ പോകുന്ന വണ്ടി അതിനകത്ത് എന്തെങ്കിലും മോശം കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അതിൽ ലഹരി മരുന്ന് കടത്തുന്നുണ്ടാവും, അവർ ചിലപ്പോൾ ഒരു കൊലക്കേസ് കഴിഞ്ഞ് വരുന്നതായിരിക്കും. നമുക്കിത് അറിയില്ലല്ലോ. അപ്പോൾ പോലീസിനെ സംബന്ധിച്ച് പോലീസിനെ കാണുമ്പോൾ നിർത്താതെ പോകുന്ന വാഹനങ്ങൾ അതിലെന്തോ നിയമപ്രകാരം തെറ്റുണ്ട് എന്നാണ് അവർ മനസ്സിലാക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ ചേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇനി ചെയ്തിട്ടില്ല എന്ന് നോക്കൂ. കുറച്ച് നേരം കഴിയുമ്പോൾ ന്യൂസിൽ ലൈവ് പോകുന്നു, അവിടെ ഒരു വൃദ്ധയായിട്ടുള്ള, ഇത് എപ്പോഴും ഒരിക്കലും ഒരു കേസ് നടന്നു എന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ, വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിനു ശേഷം യുവാക്കൾ കടന്നു കളയുന്നു. തൊട്ടടുത്ത് പോലീസ് ചെക്കിംഗ് ഉണ്ടായിട്ടും പോലീസിൻ്റെ വലയിൽ അവർ വീണിട്ടില്ല എന്ന് പറഞ്ഞാൽ ആർക്കാണ് പ്രശ്നം? സോ പോലീസ് എപ്പോഴും വിജിലൻ്റ് ആയിരിക്കണം, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഇടപെടും. നമ്മൾ അതിൽ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ അനാവശ്യമായ ഇത്തരം സഹായങ്ങൾ ചെയ്യാതിരിക്കുക. അതിനോടൊപ്പം പോലീസുകാരൊക്കെ കൈ കാണിച്ച് കഴിഞ്ഞാൽ നിർത്തി കൊടുക്കുക. നമ്മുടെ കയ്യിലൊരു ബുക്കും പേപ്പറും ഇല്ല എന്നാണെങ്കിൽ അതിന് അവർ പറയുന്ന കാര്യം ചെയ്യുക. നേരെ മറിച്ച് നമ്മൾ അവരെ പറ്റിച്ച് മുങ്ങാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് നമ്മൾ സ്പീഡിൽ പോകേണ്ടി വരും. അവരെങ്ങാനും പുറകെ വരാൻ തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് സ്ട്രെസ്സാവും. അങ്ങനെ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അപകടം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദയവേത് അത്തരം പരിപാടികളൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാർത്ത ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓണസദ്യക്ക് 26.86 ലക്ഷം. ഏത് വകയിലാണ് അധിക തുക അനുവദിച്ചതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല. എന്നാൽ ഇത്രയും ഭീമമായ തുക ചിലവാക്കിയ സദ്യയിൽ എത്ര പേർ പങ്കെടുത്തു എന്ന് കൃത്യമായ കണക്കില്ലെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് സർക്കാർ നൽകിയ മറുപടി. 4 മാസം മുമ്പ് മുഖ്യമന്ത്രി നൽകിയ ഓണസദ്യയ്ക്കായി 7.86 ലക്ഷം രൂപ കൂടി അനുവദിച്ചു. ട്രഷറി നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് ഈ മാസം 13-ന് അധിക ഫണ്ട് അനുവദിച്ചത്. ഓഗസ്റ്റ് 26 നിയമസഭാ മന്ദിരത്തിൽ നടന്ന സദ്യയ്ക്കായി 19 ലക്ഷം രൂപ നവംബർ 8-ന് അനുവദിച്ചിരുന്നു. അധിക തുക കൂടി അനുവദിച്ചതോടെ ഓണസദ്യയ്ക്ക് ആകെ ചെലവായ തുക 26.86 ലക്ഷം രൂപയാണ്. 5 തരം പായസം ഉൾപ്പെടെ 65 വിഭവങ്ങൾ ഉൾപ്പെടുന്ന സദ്യയാണ് സ്വകാര്യ കേറ്ററിംഗ് സ്ഥാപനം വിളമ്പിയത്. സ്പീക്കർ AN ഷംസീറും നിയമസഭയിൽ ഓണസദ്യ ഒരുക്കിയിരുന്നു. ഇത് കൂടാതെയായിരുന്നു പൗരപ്രമുഖർക്കായി മുഖ്യമന്ത്രിയുടെ സദ്യ. പുതുവർഷ പിറവിയോടനുബന്ധിച്ച് 3-ന് മസ്കറ്റ് ഹോട്ടലിൽ മുഖ്യമന്ത്രി വിരുന്നൊരുക്കുന്നുണ്ട്. സർക്കാർ ഖജനാവ്, ബഡ്ജറ്റ് റിലേറ്റഡ് ഒക്കെ കേൾക്കുമ്പോൾ എപ്പോഴും കേൾക്കുന്നതാണ് കടത്തിലാണ് ബുദ്ധിമുട്ടിലാണെന്നൊക്കെ. അപ്പോൾ ഒരു സദ്യ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇത്രയും തുക മുടക്കി എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി ഒരു വിരുന്ന് സംഘടിപ്പിക്കുമ്പോൾ അതിന് നയപരമായ ഒരു പ്രാധാന്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് വരുന്ന ആളുകൾ അതിനനുസരിച്ചുള്ള ആളുകളായിരിക്കും. സ്വാഭാവികമായും അവിടെ ഒരുക്കേണ്ട ഭക്ഷണം എന്ന് പറയുന്നതും അങ്ങനെ തന്നെയായിരിക്കും. അതിന് സ്വാഭാവികമായും തുക കൂടുകയും ചെയ്യും. പക്ഷേ അതിനൊരു കണക്ക് ഇല്ല എന്ന് പറയാൻ പറ്റുക എന്ന് പറയുമ്പോൾ, കണക്കുണ്ടെങ്കിൽ എവറിത്തിങ് ഇസ് ഫൈൻ എന്നല്ലേ? അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കണക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇന്നലെയൊക്കെ ഞാൻ ഒരുപാട് സോഷ്യൽ മീഡിയ ട്രോളുകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. നവകേരള ബമ്പർ ഇളവ് 515 രൂപ. 3.98 ലക്ഷം രൂപയുടെ വായ്പാ തിരിച്ചടവിന് ഇളവ് തേടിയ ആൾക്ക് ലഭിച്ച മറുപടി 515 രൂപ ഡിസ്കൗണ്ട് എന്നാണ് വാർത്ത. മറുപടി കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങിയതോടെ CPM അനുഭാവി കൂടിയായ അപേക്ഷകൻ പ്രതികരിക്കാൻ പോലും മടിച്ചു നിൽക്കുകയാണ്.
വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് കിളിയന്തറ സ്വദേശി ഇരിട്ടി സഹകരണ ബാങ്കിൻ്റെ സായാഹ്ന ശാഖയിൽ നിന്നെടുത്ത വായ്പയിൽ ഈ മാസം 31 മുൻപ് അടയ്ക്കേണ്ടത് 3,97,731 രൂപയാണ്. ഇതിൽ ഇളവ് തേടിയാണ് നവംബർ 22 ഇരിട്ടിയിൽ പേരാവൂർ മണ്ഡലം നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയത്. പരാതി പരിഹരിക്കാനായി സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർക്ക് കൈമാറിയതായി തൊട്ടടുത്ത ദിവസം തന്നെ മറുപടി ലഭിച്ചു. എന്നാൽ രേഖാമൂലമുള്ള മറുപടി കയ്യിലെത്തിയപ്പോഴാണ് ഇളവ് 515 രൂപയാണെന്ന് അറിഞ്ഞത്. സംഭവം ഇത്രയാണ് ഈ വാർത്തയിൽ കൊടുത്തിട്ടുള്ളത്. അതായത് ഒരാൾ വീടിന് വേണ്ടിയിട്ട് ലോൺ എടുക്കുന്നു, ആ വായ്പയിലേക്ക് തിരിച്ചടക്കേണ്ട തുകയിൽ ഒരു ഇളവ് വേണമെന്ന് പുള്ളി ആവശ്യപ്പെടുന്നു അല്ലെങ്കിൽ അപേക്ഷിക്കുന്നു. അത് ബാങ്കിന് കൈമാറാനല്ലേ ഗവൺമെൻറ്റിന് പറ്റുള്ളൂ. അല്ലെങ്കിൽ ഈ അപേക്ഷ കൊടുക്കുന്ന ആൾക്ക് ഈ തുക ഒരിക്കലും അടയ്ക്കാൻ സാധിക്കില്ലെന്നും അയാൾ ശാരീരികമായോ മാനസികമായോ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല എന്നും അല്ലെങ്കിൽ അയാളുടെ ആരോഗ്യ സാമ്പത്തിക സ്ഥിതിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നുള്ളതൊക്കെ അപേക്ഷയിൽ വ്യക്തമാവണം. അല്ലാത്ത സാഹചര്യത്തിൽ ഗവൺമെൻറ് അങ്ങനെ വേറൊരാളുടെ ലോൺ ക്ലോസ് ചെയ്ത് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോൾ ഒരു ലോൺ എടുത്തു, എൻ്റെ ലോണും കൂടി അടയ്ക്കുമെന്ന് പറഞ്ഞ് നവകേരള സദസ്സിൽ ഞാൻ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത് എന്തൊരു ഭോഷ്കാണ്. അതെനിക്ക് തിരിച്ചടയ്ക്കാൻ പറ്റുമെങ്കിൽ. ഇവിടെ ഈ പരാതിയിൽ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന വാർത്തകളൊക്കെ പരാതി പോലെ ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഈ വാർത്തയിൽ പറഞ്ഞിരിക്കുന്ന ഈ പരാതി ഇയാൾക്ക് കിട്ടിയിട്ടുള്ള മറുപടി ഞാനൊന്ന് വായിച്ചു നോക്കി. താങ്കളുടെ വായ്പാ പദ്ധതി പരിശോധിച്ച് താങ്കൾക്ക് പരമാവധി ഇളവുകൾ നൽകാൻ ബാങ്ക് തീരുമാനിച്ചിട്ടുണ്ട്. താങ്കൾ ബാങ്കിൻ്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്നെടുത്ത വായ്പ പൂർണ്ണമായും നിഷ്ക്രിയ ആസ്തിയായി തുടരുകയാണ്. താഴെ പറയുന്ന ആനുകൂല്യങ്ങൾ കൈപ്പറ്റി വായ്പ അവസാനിപ്പിക്കാവുന്നതാണെന്നോ അങ്ങനെ എന്തോ എഴുതിയേക്കുന്നത്. അതായത് ഇതിലെ കീ വേർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് നിഷ്ക്രിയ ആസ്തിയാണ്. അതെന്താണ് സംഭവം നമ്മൾ അറിയണമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സുഹൃത്തിനെ വിളിച്ചു. എന്നിട്ട് അവനോട് ചോദിച്ചു, അളിയാ എന്താണ് ഈ നിഷ്ക്രിയ ആസ്തി? അത് നമ്മൾ പറയുന്നത് നമ്മുടെ ലോണ് എടുത്തിട്ട് ഒരു 3 മാസത്തോളം അതിന്റെ ഇൻസ്റ്റാൾമെന്റ് വന്നില്ലെങ്കിൽ, അതായത് കറക്റ്റ് 3 മാസം എന്നല്ല പറയും. ഉദാഹരണം പറഞ്ഞ ഒരാൾക്ക് ഒരു മാസം 10,000 രൂപ വെച്ചിട്ടാണ് അടയ്ക്കാനുള്ളത്. അത് കറക്റ്റ് നമ്മുടെ ഓവർ ഡ്യൂ 30,000 ആയി കഴിഞ്ഞാൽ, അതായത് 10, 10, 10, 30 ആവുന്ന അന്ന് അത് ഇതായിട്ട് പോകും, NP ആയിട്ട് മാറും. നിഷ്ക്രിയ ആസ്തി, അതാണ് നിങ്ങൾ NP എന്ന് പറയുന്നത്. അതെ. അപ്പൊ അതങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ഇപ്പൊ പറയില്ല, ഇപ്പൊ ലോൺ അടയ്ക്കാനായിട്ട് ചേട്ടാ ജസ്റ്റ് ഒരു ഇച്ചിരി എമൗണ്ട് അടച്ചാൽ മതി, നിങ്ങളത് NP ആവാതിരിക്കാൻ എന്നൊക്കെ പറയും. അതെന്താ വെച്ചാൽ വിത്ത് ഇൻട്രസ്റ്റ് ആണല്ലോ ഈ പറഞ്ഞ 30,000 ആവുന്നത്. ആ 30,000 ആവാതെ ഇപ്പൊ ഇന്ന് ചിലപ്പോ ഒരു 10 രൂപ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോ അത് ഇന്ന് NP ആവൂല കറക്റ്റ്. പക്ഷെ ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാല് നമ്മള് വൺസ് NP ആയി കഴിഞ്ഞാൽ പിന്നെ ഈ പറഞ്ഞ 10ഉം 20ഉം അടയ്ക്കണ പരിപാടി നടക്കൂല. പിന്നെ നമുക്ക് എത്ര അരിയേഷൻ നിൽക്കുന്നുണ്ടോ അത് ഫുള്ളായിട്ട് ക്ലിയർ ചെയ്ത് ലോൺ ഒറ്റ യൂസ് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചാൽ മാത്രമേ NPയിൽ നിന്ന് മാറുള്ളൂ. അതായത് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് അസറ്റ് ആയിട്ട് മാറും. അതായത് ഞാനിപ്പം 3 പ്രാവശ്യത്തെ അടവ് മുടങ്ങി 30,000 രൂപ അടുത്ത് മുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ലോൺ നിങ്ങൾ NP ആക്കി. ഞാൻ പിന്നെ അടുത്ത മാസം തൊട്ട് കറക്റ്റായി ബാക്കിയുള്ളത് അടച്ചാൽ പോരാ, ഈ 30,000 ആദ്യം ക്ലോസ് ചെയ്യണം. ഈ 30,000 കവർ ക്ലിയർ 30,000 അല്ല ഫുൾ ഡ്യൂസും ക്ലിയർ ചെയ്ത് വന്നാൽ മാത്രമേ NP ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആക്കാൻ പറ്റുള്ളൂ. അതാണ് പറയണത്. നിങ്ങൾ ഇന്ന് തന്നെ ഇന്ന് അടയ്ക്കണമെങ്കിൽ 10,000, അതല്ലെങ്കിൽ നാളെ NP ആയി കഴിഞ്ഞാൽ ഈ 30,000 അടച്ചാൽ മാത്രമേ നിങ്ങളുടെ അക്കൗണ്ട് ക്ലിയർ ആയി വരുള്ളൂ കേട്ടോ എന്ന് പറയും. ശരി. അപ്പൊ ഞാൻ അടയ്ക്കാൻ ആളുകൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിനുശേഷം അതായത് മാസം 10,000 അടയ്ക്കാൻ പറ്റാത്ത ആളടുത്ത് പെട്ടെന്ന് 30,000 അടയ്ക്കാൻ പറയാം. ഇത് ഈ ഒരു സംഭവം വെച്ച് നമ്മൾ വിചാരിക്കും ഇപ്പൊ വേറെ ഏതെങ്കിലും ബാങ്കിൽ ഇപ്പൊ ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടാണെങ്കിൽ 30,000 അടയ്ക്കാന്ന് വിചാരിക്കും. പക്ഷെ അവിടെ ചെന്നാലും സിബിൽ എടുത്ത് നോക്കും. സിബിൽ എടുത്ത് നോക്കുമ്പോ നമ്മുടെ ഈ ഡ്യൂസ് ഈ ഒരു ലോണിന് ഇത്രയും ഡ്യൂസ് ലാസ്റ്റ് NP എത്താറായി നിൽക്കണോണ്ടാണ് ഇയാൾ ഇപ്പൊ ഇവിടുന്ന് ലോൺ എടുക്കണമെന്ന് അറിഞ്ഞാൽ പിന്നെ ആ ബാങ്കുകാർ ലോൺ തരൂല. ഓക്കെ. അപ്പം അങ്ങനെ NP ആയി, ഞാനിപ്പോൾ പൈസ അടച്ചിട്ടില്ല, അടുത്ത മാസവും എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല. നിങ്ങളുടെ പിന്നെയുള്ള പ്രൊസീജിയർ എന്താ? പിന്നുള്ളത് ലീഗലി അത് റിക്കവറിക്കുള്ള റവന്യൂ റിക്കവറി നോക്കും. ആദ്യം നമുക്ക് നോട്ടീസ് അയക്കും, നിങ്ങൾക്ക് ഇങ്ങനെ ഇന്ന കാര്യം. ഇതൊക്കെ നമുക്ക് ബാങ്കിലും ഒരുപാട് അക്കൗണ്ടബിലിറ്റി വരുന്നതാണ്. അതായത് ഇപ്പൊ നിങ്ങളിപ്പോ ലോൺ അടച്ചില്ലെങ്കിൽ ആദ്യം നോക്കണ മെഷർ ഏത് സ്റ്റാഫിന്റെ ഭാഗത്തുനിന്ന് ലാപ്സ് വന്നു നോക്കും. ഓക്കെ. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു CGTMSC എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളുണ്ട്. അത് ക്രെഡിറ്റ് ഗ്യാരണ്ടിയാണ്. ഇപ്പൊ ഒരു മുദ്ര ലോണൊക്കെ എടുക്കില്ലേ, മുദ്രലോണൊക്കെ എടുക്കുന്ന ആളുകൾക്ക് നമ്മള് 10 ലക്ഷം വരെ ഉള്ളതിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈട് മേടിക്കാൻ നിർബന്ധമായിട്ട് വാങ്ങിക്കരുത് എന്നാ പറയാം. 10 ലക്ഷം ശേഷം നമുക്ക് വേണമെങ്കിൽ ഇൻസിസ്റ്റ് ചെയ്യാം. പ്രൊജക്ട് പ്രശ്നമാണെന്ന് കണ്ടാൽ അല്ലെങ്കിൽ അങ്ങനെ കണ്ട ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളവർക്ക് നമ്മൾ എടുക്കുന്ന ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി എന്ന സംഭവം ഉണ്ട്. CGTMSC എന്ന് പറഞ്ഞിട്ട് ഒരു ക്രെഡിറ്റ് ഗ്യാരണ്ടി എടുത്ത് വെക്കും. അതായത് ഇവരടച്ചില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് പോലെ തന്നെ ഇവരടച്ചില്ല, ഇവരുടെ ബിസിനസ് പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ CGTMSC എന്ന് പറയുന്ന സംഘടന ഈ പൈസ നമുക്ക് തരും ബാങ്കിന്. അവിടെയും വെറുതെ CGTMSC-ക്കാര് പൈസ തരൂല. നമ്മൾ ഇവരുടെ റവന്യൂ റിക്കവറിക്ക് പരമാവധി നോക്കി എന്തൊക്കെ സ്റ്റെപ്പുകൾ എടുത്തിട്ടുണ്ട് ഇതെല്ലാം
നോക്കിയിട്ട് തീരെ പറ്റുന്നില്ലെങ്കിൽ മാത്രമാണ് CTMS-കാർ തരിക. അവിടെയും നോക്കും ഏതൊക്കെ ഭാഗത്ത് സ്റ്റാഫ് ലാബ്സ് ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞ ഇപ്പൊ കൃത്യമായിട്ട് നോട്ടീസ് അയച്ചിട്ടുണ്ടോ, കൃത്യമായിട്ട് RR ഫയൽ ചെയ്തിട്ടുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കും. അതിനൊക്കെ ഓരോ ഡേറ്റുകളുണ്ട്. ആ ഒരു ഡേറ്റ് ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഇത് കിട്ടൂല. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പൊ ലോൺ അടച്ചില്ലെങ്കിൽ നമ്മൾ അത് RR റവന്യൂ റിക്കവറി സ്റ്റെപ്പുകൾ ബാങ്കുകാർ ചെയ്യും. അതിനായിട്ട് അവർ ആദ്യം ചെയ്യും നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ചിട്ട് ഇവിടുത്തെ വരാൻ പറയും. അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ റവന്യൂ റിക്കവറിയിലേക്ക് പോകും. റവന്യൂ റിക്കവറി എന്ന് പറയുമ്പോൾ നമ്മുടെ ആസ്തിയിൽ നിന്ന് അത് കണ്ടുപിടിക്കാനുള്ള പരിപാടി. അതെ 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 അത് ചെയ്യുന്ന വില്ലേജിലാണ് കൊടുക്കുക നമ്മള്. റവന്യൂ റിക്കവറി ചെയ്യാൻ വില്ലേജുകാരാ. അത് അവര് നമ്മളെ കരമടച്ച റെസീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, റേഷൻ കാർഡിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇവർക്ക് എത്ര സ്ഥലം ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാൻ പരമാവധി അവർ ശ്രമിക്കും. അപ്പൊ ഈ റവന്യൂ റിക്കവറിയുടെ എക്സ്പെൻസ് ആരടയ്ക്കും? റവന്യൂ റിക്കവറിയുടെ എക്സ്പെൻസും അത് ഈ പറഞ്ഞതുപോലെ ഈ പറയുന്ന കസ്റ്റമർ തന്നെ വേർ ചെയ്യേണ്ടി വരും. റവന്യൂ റിക്കവറി വഴി ഒരു ലോണിലേക്ക് പൈസ തിരിച്ചെടുത്തിട്ട് ആ ലോൺ ക്ലിയർ ആയെന്ന് വിചാരിക്കാം. അങ്ങനെ അതിന് ചെറിയൊരു പെർസെന്റേജ് ഉണ്ട്. അത് എത്ര ഞാൻ നോക്കണം, 10% അങ്ങനെ എന്തോ സാധനം റവന്യൂ റിക്കവറിയുടെ ബില്ലായിട്ട് വില്ലേജിലേക്ക് നമ്മൾ അടയ്ക്കണം. അത് ഒന്നെങ്കിൽ വില്ലേജിൽ അടയ്ക്കാം, അതല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് നമ്മൾ അവിടെ അടയ്ക്കണം. അവിടെയും കസ്റ്റമർക്ക് നഷ്ടമാണ്. അവരുടെ ബാങ്കിൽ അവരുടെ ലോണിലേക്ക് പോകേണ്ട ആ ഒരു എമൗണ്ട് ആണ് ഇപ്പൊ റവന്യൂ റിക്കവറി. അതായത് അവർക്കൊരു ഫീസ് ഉണ്ട്, ഇത്ര പെർസെന്റേജ് റവന്യൂ റിക്കവറി വില്ലേജുകാർ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ ആ പൈസ അവർക്ക് കൊടുക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ OTS-ലേക്കും കാര്യങ്ങളിലേക്കും പോകുക. വൺ ടൈം സെറ്റിൽമെന്റ് എന്ന് പറയും. വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്താലുള്ള പ്രശ്നം എന്താ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഗുണം എന്താ? ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വെച്ചാൽ തൽക്കാലത്തേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ റിക്കവറി എന്നും പറഞ്ഞിട്ട് ആൾക്കാർ വരൂല എന്നുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ലോണൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതായത് വൺ ടൈം സെറ്റിൽമെന്റ് ആണ് ചെയ്തത്, അല്ലെങ്കിൽ വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്തു. അതായത് ഇപ്പൊ ഈ അദാലത്ത് എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. നമ്മൾ ഇന്ന ദിവസം അദാലത്ത് നടക്കുന്നുണ്ട് നിങ്ങൾ വാന്നൊക്കെ പറഞ്ഞ് ബാങ്കിൽ നിന്ന് വിളിക്കും. അപ്പൊ അവർ ചെല്ലുമ്പോ ഈ അദാലത്ത് ശരിക്കും ഒരു കോടതി പോലെ തന്നെയാണ്. ഒരു ജഡ്ജ് ഉണ്ടാവും, പിന്നെ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും, ഇവരുണ്ടാവും. എന്നിട്ട് അവർ ചോദിക്കും നിങ്ങൾ എന്താണ് അടയ്ക്കാത്തതിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അവർ പറയും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ആണ്, അതല്ലെങ്കിൽ ബിസിനസ് തുടങ്ങി തകർന്നു പോയി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാരണം ഇങ്ങനെ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് തീരെ സഹായിക്കില്ല. അപ്പൊ അവര് പറയും ബാങ്ക് ഒരു എമൗണ്ട് പറയും, അതിൽ അവർ ഓക്കെ ആണോ, അവിടെ നെഗോസിയേഷൻ നടക്കുക. ആ നെഗോസിയേഷൻ വഴി വൺ ടൈം സെറ്റിൽമെന്റ് ഒന്നെങ്കിൽ അദാലത്ത് വഴി അവിടെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ തന്നെ അദാലത്തായിട്ട് ചെയ്യാൻ പറ്റും വൺ ടൈം സെറ്റിൽമെന്റ്. അപ്പൊ പക്ഷെ ഇതിന്റെ പ്രശ്നം വൺ ടൈം സെറ്റിൽമെന്റ് ചെയ്താല് സിവിലിന് പ്രശ്നം വരും. ഒരാളുടെ ലോണ് 3 ലക്ഷം രൂപ അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ 1000 രൂപ അടയ്ക്കാനുള്ളൂ. ആ 1000-ല് ഇപ്പൊ 900 രൂപയും ആൾ അടച്ചു. 100 രൂപയ്ക്ക് സെറ്റിൽമെന്റ് ചെയ്താലും അത് സിവിലില് റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ കാണിക്കുള്ളൂ. അങ്ങനെ ചെയ്ത ഒരാൾക്ക് പിന്നീട് വേറെ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടാൻ 10 വർഷം കഴിയാണ്ട് വേറെ ബാങ്കിൽ നിന്ന് കിട്ടൂല. സിവിൽ എടുത്ത് നോക്കുമ്പോ ഈ എമൗണ്ട് ഒന്നും കാണിക്കില്ല. ഇപ്പൊ ഒരു അക്കൗണ്ട് എടുത്തു, അക്കൗണ്ട് സാങ്ഷൻ ചെയ്ത എമൗണ്ട് ഉണ്ടാവും, പിന്നെ അതുപോലെ ഡ്യൂസ് വന്ന എങ്ങനെയൊക്കെയാ വന്നിട്ടെന്നറിയും, പിന്നെ റൈറ്റ് ഓഫ് എഴുതിയിട്ടുണ്ടാവും. എത്ര രൂപയ്ക്ക് റൈറ്റ് ഓഫ് ചെയ്യുന്നുള്ള കാര്യമൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അതിപ്പോ നമ്മൾ പറയണതാണ് നിസ്സാര പൈസ ആണെങ്കിലും റൈറ്റ് ഓഫ് തന്നെ. റൈറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ആൾക്ക് അടയ്ക്കാൻ സാധിക്കില്ല എന്നാള് തന്നെ പ്രഖ്യാപിക്കുകയാണ്, എന്നെ കൊണ്ട് ലോൺ അടയ്ക്കാൻ പറ്റാത്ത ഒരാളാണ്. അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരാൾക്ക് പിന്നെ നമ്മൾ ലോൺ കൊടുക്കൂല്ലോ വേറെ ബാങ്കുകാർ. നവകേരള സദസ്സിൽ കൊണ്ടുപോയി ഒരാൾ പരാതി കൊടുത്തു, എൻ്റെ ലോൺ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ അതിൽ ഇളവ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഇളവ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയും ഈ പറഞ്ഞ റൈറ്റ് ഓഫ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. അല്ല, ഇപ്പൊ ഏത് ബാങ്ക് ആണെങ്കിലും ഗവൺമെന്റ് ഒരു പരാതി പരിഹാര സെല്ലിന്റെ ഭാഗമായിട്ട് ഇതൊന്ന് എഴുതിത്തള്ളാൻ പറഞ്ഞാൽ നിങ്ങൾ എഴുതിത്തള്ളൂ? അങ്ങനെ ഒറ്റടിക്ക് പറഞ്ഞ അങ്ങനെ എഴുത്തള്ള അങ്ങനെ ഒന്നും പറ്റൊന്നുമില്ല. ബാങ്ക് കണക്കുകൾ എടുക്കും. അതേപോലെ തന്നെ ഈ ഞാൻ പറഞ്ഞില്ലേ അദാലത്ത് പോലത്തെ പ്രൊസീജിയേഴ്സ് നടക്കുന്നുണ്ട്. അവർക്ക് റവന്യൂ റിക്കവറി വഴി എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റുമോ നോക്കും. പിന്നെ പറഞ്ഞ OTS ആണെങ്കിൽ തന്നെ ബാങ്കിനും കൂടി ഫീസിബിൾ ആയിട്ടുള്ള ഒരു എമൗണ്ടിലെ OTS ചെയ്യുള്ളൂ. അപ്പൊ പറയില്ലേ മുതലെങ്കിലും കിട്ടണം എന്ന് പറയില്ലേ ചില കാര്യങ്ങളില്. പക്ഷെ ചില കാര്യങ്ങളിൽ അത് നടക്കൂല. ചില കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു കുറെ കൊല്ലങ്ങളായിട്ട് ചിലപ്പോ 2-3 കൊല്ലമായിട്ട് ഒരു രൂപ അടക്കാത്ത ഒരാളാണ്. അങ്ങനെ ഒരാളാണെങ്കിൽ ഇപ്പൊ പറയാം 1 ലക്ഷത്തിനാണെങ്കിൽ ഇപ്പൊ ഇയാൾ പറയാം 20,000 കൊണ്ടുവന്നാൽ കിട്ടി, അത് വെച്ചെങ്കിൽ നമുക്ക് OTS ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇത്രയും പറഞ്ഞത് ബാങ്കിന്റെ പ്രൊസീജിയർ എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ വാർത്ത കൊടുത്തിട്ടുള്ള ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, ഈ ലോൺ എടുത്ത ആളുണ്ടല്ലോ, പുള്ളി എത്ര രൂപയാണ് ലോൺ എടുത്തിട്ടുള്ളത്, എത്ര നാളാണ് ഇതിന് കാലാവധി ഉണ്ടായിരുന്നത്, എത്ര നാളത്തെ ഡ്യൂ ആണ് പുള്ളിക്ക് അടയ്ക്കാൻ പറ്റാതിരുന്നത്, ഇനി എത്ര നാൾ കൂടി എടുക്കും ഇത് കറക്റ്റായിട്ട് അടച്ചു തീരാൻ വേണ്ടിയിട്ട്. അത് അടച്ചു തീർക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണോ, ശാരീരിക അല്ലെങ്കിൽ സാമ്പത്തിക അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത് എന്നുള്ളതൊന്നും, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും, അദ്ദേഹത്തിൻ്റെ പേരും അക്കൗണ്ട് നമ്പറും ഒന്നും അല്ലല്ലോ. പക്ഷേ ഈ പരാതിയുമായിട്ട് ബന്ധപ്പെട്ട്, ഈ വാർത്തയായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ അതുകൂടി കൊടുക്കാൻ മാധ്യമങ്ങൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇതിനൊരു ഇൻഫർമേഷനായിട്ട് നമ്മൾ കാണുമ്പോൾ അതുകൂടി കൊടുക്കണമല്ലോ. നമുക്ക് മനോരമ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്ലിപ്പ് കേട്ട് നോക്കാം, നമുക്കൊരു ധാരണ കിട്ടുമല്ലോ. പരാതി നൽകിയതിലൂടെ ലഭിച്ചത് വീടിന്റെ അറ്റകുറ്റപ്പണിക്കെടുത്ത് 4 ലക്ഷം രൂപ വായ്പ, അതിൽ പരാതിക്കാരൻ ഇനിയും അടയ്ക്കാനുണ്ട് 3,97,731 രൂപ. 3,97,216 രൂപ ബാങ്കിൽ അടയ്ക്കണമെന്നാണ് സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ നൽകിയ അറിയിപ്പിൽ പറയുന്നത്.
ഇരട്ടിയിൽ നവകേരള സദസ്സിൽ പരാതി പറയാൻ പോകാതെ ആ ദിവസം ജോലിക്ക് പോയിരുന്നെങ്കിൽ ഇളവിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചേനെ എന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ പരാതിക്കാരനും ചിന്തിക്കുന്നു. ഇളവിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചേനെ എന്ന് പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഈ പരാതിക്കാരനും ചിന്തിക്കുന്നുണ്ടാവാം. സോ 4 ലക്ഷം രൂപ ലോൺ എടുത്തതിന് ശേഷം 3.97 ബാക്കിയുണ്ടെന്ന് പറഞ്ഞാൽ അതിന് 2 സാധ്യതകളാണ് ഉള്ളത്. ഒന്ന്, ലോൺ എടുത്തിട്ട് അധികം ആയിട്ടില്ല, 1-2 അടവൊക്കെ അടച്ചിട്ടുണ്ടാവുള്ളൂ. അതല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ലോൺ എടുത്തിട്ട് കുറച്ച് നാളുകളായി, കുറേ അധികം നാളുകളായി അടവുകൾ തെറ്റി നിൽക്കുകയാണ്. ഇങ്ങനൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ നേരത്തെ നമ്മുടെ ബാങ്കിൽ ജോലി ചെയ്യുന്ന സുഹൃത്ത് വിനീത് പറഞ്ഞതുപോലെ ബാങ്കിൻ്റെതായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ ഒരു രീതിയിലൂടെ നമുക്ക് കടന്നു പോകാവുന്നതാണ്. അദാലത്തുണ്ട്. ഈ പറയുന്ന പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണോ നവകേരള സദസ്സിലേക്ക് വന്നത് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെയെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസോ മറ്റ് കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുന്നു, ഇപ്പോൾ ഞാനൊരു ലോൺ എടുത്തു, 4 ലക്ഷം രൂപയ്ക്ക് ഞാൻ ലോൺ എടുത്തു, ഞാൻ കുറേ നാൾ അടയ്ക്കാതിരിക്കുന്നു, എനിക്കൊരു 3.97 അടവുണ്ട്, ഇത് എങ്ങനെ അടയ്ക്കുന്നറിയില്ല, അല്ലെങ്കിൽ അടയ്ക്കാൻ എനിക്ക് താല്പര്യമില്ല, സമയമില്ല, മറ്റെന്തൊക്കെ കാരണം വേണമെങ്കിലും കണ്ടോളൂ, ഞാൻ നവകേരള സദസ്സിൽ പരാതി കൊടുക്കുകയാണ്, എനിക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് എഴുതിക്കൊണ്ട്. പക്ഷേ എനിക്ക് ശാരീരികമായി ഇനി ജോലിക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ്, എൻ്റെ കുടുംബത്തൊരു വലിയ രോഗിയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ചികിത്സാ ചെലവും ഇതുമായിട്ട് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു കാരണം അതിലുണ്ടെങ്കിൽ തീർച്ചയായും ആ കാരണങ്ങൾ ഈ പരാതി പരിഹാര വാർത്തയോടൊപ്പം ചേർത്തുകൊണ്ട് തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ വന്നേനെ. അപ്പോഴാണ് ഈ വാർത്തയ്ക്ക് കുറച്ചും കൂടി ഒരു സ്ട്രെങ്ത് ഉണ്ടാവുക. ഒരു നേരം ആഹാരം കഴിക്കാൻ പോലും പറ്റില്ല, നവകേരള സദസ് കൊടുത്തത് 515 രൂപ ഇളവ്. അങ്ങനെയാണെങ്കിൽ ഇതൊരു സ്ട്രോങ് വാർത്തയായിരുന്നു, വളരെ ശക്തമായിട്ടുള്ളൊരു വാർത്തയായിരുന്നു. പക്ഷേ ഈ വാർത്തയ്ക്ക് അങ്ങനെ ഒരു സ്ട്രെങ്ത് ഇല്ല. 4 ലക്ഷം രൂപ വീടിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടി എടുത്തു. അതായത് വീടുണ്ട്, പറമ്പുണ്ട്, അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയാണ് എടുത്തത്. വീടും പറമ്പും ഉണ്ടെന്ന് തെളിയിച്ചതിന് ശേഷമാണല്ലോ അറ്റകുറ്റപ്പണിക്ക് ലോൺ കിട്ടുക. അപ്പോൾ തിരിച്ചടയ്ക്കാനുള്ള ആസ്തി അല്ലെങ്കിൽ റവന്യൂ റിക്കവറിയിലൂടെ ബാങ്കിന് തിരിച്ചെടുക്കാനുള്ള സാധ്യതകളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ടും ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഇളവ് വേണമെങ്കിൽ അയാൾ അങ്ങനെ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കണം കടന്നു പോകേണ്ടത്. അത്തരത്തിൽ യാതൊരു വെളിപ്പെടുത്തലുകളും ഇല്ലാതെ ഒരു വാർത്തയാണ്. ആൻഡ് ഇതിൽ റിപ്പോർട്ടർ അവസാനം ചേർത്ത ആ വാക്പ്രയോഗം എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അന്നത്തെ ദിവസം നവകേരള സദസ്സിന് പോകാതെ പണിക്ക് പോരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു എന്ന് അയാൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവുമായിരിക്കാം. ഇത് പണ്ട് നമ്മൾ പറഞ്ഞതാണ്. അതൊരു ഉണ്ടത്രേ വാർത്തയായി മാറുകയായിരുന്നു. ഈ ബാങ്ക് 515 രൂപയുടെ സാധനമൊക്കെ ഞാൻ ന്യായീകരിക്കുന്നു, അപ്പോൾ അവൻ കമ്മി തന്നെ എന്നൊക്കെ പറയുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ടാവും. എന്തിനിടെ കുറച്ച് ഫാക്ട് ചെക്ക് എന്ന് പറയുന്നത് ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ബാങ്കിങ് മേഖലയിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്താണ് ഇതിൻ്റെ ഒരു നിജസ്ഥിതി എന്നറിയാൻ ഒരു ചെറിയ ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ വളരെ നല്ലതാണ്. നമുക്കതൊക്കെ ജീവിതത്തിലും ഒരുപാട് ഉപകാരപ്പെടും. നേരത്തെ നമ്മുടെ കമൻറ്റിട്ട കൂട്ടുകാരനോട് പറഞ്ഞ അതേ മറുപടി തന്നെയാണ്. നമ്മൾ ഇൻസിഡൻ്റാണ് ഒരു വാർത്തയിൽ നിന്ന് ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത്. അത് കഴിഞ്ഞ് പത്രത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് എന്ന് മനസ്സിലാക്കണം, ആ പെർസ്പെക്റ്റീവിൻ്റെ റീസൺ എന്താണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെയൊക്കെ വരുമ്പോൾ സംഭവം അടിപൊളിയായിരിക്കും. അടുത്തതാണ് ഒരു അടിപൊളി ഇടിവെട്ട് സാധനം. ഗാന്ധിജിക്ക് കൂളിംഗ് ഗ്ലാസ്, യുവാവിനെതിരെ കേസ്. SFI പ്രവർത്തകനെതിരെ കേസ് വന്നു എന്നാണ് പത്രത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്ത്. ഇന്നലെ ന്യൂസ് ചാനൽസിലും കണ്ടിട്ടുണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുടെ ഒരു പ്രതിമ, ആ പ്രതിമയിൽ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുത്തൊരു ഫോട്ടോ എടുക്കാൻ ശ്രമിച്ചു. ആൻഡ് അതിൻ്റെ കൂടെ എന്തോ ഒരു ഡയലോഗും കൂടി പുള്ളി പറഞ്ഞു. അത് ഇതിൽ കൊടുത്തിട്ടില്ല, ഞാൻ മറന്നുപോയി എന്താണ് ആ പറഞ്ഞ ഡയലോഗ് എന്ന്. അപ്പോൾ ഇത് SFI പ്രവർത്തകനെതിരെയാണ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേതൃസ്ഥാനത്ത് നിന്ന് ഇയാളെ ഒഴിവാക്കിയതാണ് എന്ന് SFI പറഞ്ഞിട്ടുണ്ട്. 1 മാസം മുമ്പ് യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ, ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിത മൂല്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അതിനുള്ള ഫോളോവേഴ്സ്, നമ്മുടെ രാജ്യത്തിൻ്റെ ഇതുവരെയുള്ള ഘടനയിൽ വരുത്തിയിട്ടുള്ള സ്വാധീനം, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ട്. രാഷ്ട്രപിതാവ് എന്നുള്ളത് നിങ്ങൾ മായ്ച്ചു കളഞ്ഞേക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രതിമ, അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, അതിനൊക്കെ നമ്മൾ കൊടുക്കേണ്ട ഒരു റെസ്പെക്റ്റ് ഉണ്ട്, ഒരു വാല്യൂ ഉണ്ട്. നിങ്ങൾക്കതിനെ എതിർക്കാം, പൂർണ്ണമായും എതിർക്കാം, പക്ഷേ അതിനൊരു വാല്യൂ അവിടെ നമ്മൾ കൊടുക്കണം. മഹാത്മാഗാന്ധി ഈ പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാം, പക്ഷേ മഹാത്മാ അല്ലെങ്കിൽ ഗാന്ധി എന്നുള്ളതിൻ്റെ അപ്പുറം നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എന്ത് മോശമാണ്. അതുപോലൊരു കാര്യമാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് പോയി കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ അതൊരു രസത്തിന് ചെയ്തതല്ലേ, ഫണ്ണല്ലേ എന്നൊക്കെ ചില ആളുകളൊക്കെ വാദിക്കുമായിരിക്കും. ഇതൊന്നും ഫണ്ണല്ല. അടുത്ത പ്രധാനപ്പെട്ട കാര്യം, യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ ഉണ്ടായിരുന്ന ഒരാളെ 1 മാസം മുമ്പ് മാറ്റിയതാണ് പുള്ളിയുടെ സ്വഭാവദൂഷ്യം കാരണം. സ്വഭാവദൂഷ്യമല്ലേ? 21 കോളേജ് ക്യാമ്പസിലാണ് സംഭവം. മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെക്കുകയും മാല അണിയിക്കുകയും ഇത് മൊബൈലിൽ ചിത്രീകരിച്ച് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതിനാണ് കേസ്. അതിനെതിരെ നടപടിയെടുക്കാൻ വിദ്യാർത്ഥികൾ കോളേജ് അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അദീൻ നാസർ നിലവിൽ ഭാരവാഹിയല്ലെന്ന് SFI ആലുവ ഏരിയ കമ്മിറ്റി അറിയിച്ചു. 1 മാസം മുമ്പ് യൂണിറ്റ് സെക്രട്ടറിയുടെ ചുമതലയിൽ നിന്ന് മാറ്റി. വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ യൂണിറ്റ് ഭാരവാഹികൾ ഇടപെട്ട് അദീനെ കൊണ്ട് പരസ്യമായി മാപ്പ് പറയിച്ചതായും അറിയിച്ചു. എന്താണെന്ന് പറയുക, നമ്മുടെ യുവജന സംഘടനകൾ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങളും, കഴിഞ്ഞ ദിവസം ഒരു SFI നേതാവ്
ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പരമാവധി തെറി വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പബ്ലിക്കായി പോലീസുകാരുടെ മുമ്പിൽ നിന്ന് അലറി വിളിച്ചുകൊണ്ട് വെല്ലുവിളിക്കുകയാണ്, ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുവജന സംഘടനകൾ ഇവിടെ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. നാളെ തന്നെ SFI നിരോധിക്കണം, KSUവിനെ ചോദ്യം ചെയ്യണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ യുവജന സംഘടനകളുടെ ഒക്കെ പഠിപ്പിക്കൽ പരിപാടികളിലൂടെയൊക്കെ കടന്നു വന്നിട്ടും എൻഡ് ഓഫ് ദ ഡേ ഇവർ ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമ്മുടെ യുവജനങ്ങളെ നേർവഴിക്ക് നടത്തുക, അവരിൽ സംഘടനാ പാഠവും വളർത്തിയെടുക്കുക, സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സോഷ്യലിസത്തിനെ കുറിച്ചും ഒക്കെ അവർക്ക് വ്യക്തമായ ധാരണ ഉണ്ടാക്കി കൊടുക്കുക എന്ന പ്രോസസ്സ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ജനാധിപത്യ വിശ്വാസിയായിട്ടുള്ള ഒരാൾ ഒരിക്കലും മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് ഇങ്ങനെ കൂളിംഗ് ഗ്ലാസ് വെച്ച് കൊടുക്കില്ല. യൂണിറ്റ് ഭാരവാഹി ആവുന്ന അത്രയും അയാൾ ഈ സംഘടനയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ തരത്തിലൊരു പാഠവും അയാൾക്കുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ആദ്യം പിടിച്ചാക്കിയിട്ടുണ്ടാവുക, പിരിച്ചുവിട്ടത് അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയത് മറ്റെന്ത് കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാലും പുള്ളിയിൽ എന്തെങ്കിലും കണ്ടിട്ടായിരിക്കുമല്ലോ ആ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടാവുക. അവിടം വരെ എത്തിയിട്ടും ഇത് ചെയ്യാനുള്ള പക്വതയെ അയാൾക്കായിട്ടുള്ളൂ. പൊതു ഇടങ്ങളിൽ നിന്ന് അലറി വിളിക്കാനും ഭീഷണിപ്പെടുത്താനും വധഭീഷണി മുഴക്കാനും ഒക്കെയാണ് നമ്മുടെ വിവിധ യുവജന സംഘടനയിലുള്ള ആളുകൾക്ക് ഇപ്പോഴും സാധിക്കുന്നത്. ചിന്തിച്ചാൽ നല്ലതാണ്. യുവജന സംഘടനകളും ക്യാമ്പസ് രാഷ്ട്രീയവും ഇനിയിവിടെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന പോലത്തെ കുറച്ച് വാദങ്ങളൊക്കെ ഉണ്ട്. അതിനോടൊന്നും ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. പക്ഷേ ഒരു ഫിൽട്ടറിങ് വേണം. കുറെ കൂടി ശക്തമായ തീരുമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും ഒക്കെ ഉണ്ടായിട്ടില്ലെങ്കിൽ കുറച്ചുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഭടന്മാരെ ഉണ്ടാക്കുന്ന പരിപാടിയാണ് ഈ സംഘടനകളിൽ പലതിലും നടന്നിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതിനിടയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിഗത യൂട്യൂബ് ചാനലിൽ 2 കോടി വരിക്കാർ. പക്ഷേ ഇത് പോരാ. ഇന്ത്യയിലെ ഒരു സ്ഥിതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായും അതിൽ കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഓൺലൈൻ തട്ടിപ്പുകാരുടെ പണി പോലീസിനിട്ടും നഷ്ടപ്പെട്ടത് 25,000 രൂപ. അതായത് ഓൺലൈനായിട്ട് വന്ന് മറ്റേ OTP കൊടുക്കരുത്, ഡീറ്റെയിൽസ് കൊടുക്കരുത് എന്നൊക്കെ പറയുന്ന അത്തരം ചില തട്ടിപ്പുകളൊക്കെ ഇല്ലേ, ആ പണി പോലീസുകാർക്ക് കിട്ടി. 25,000 രൂപ നഷ്ടപ്പെട്ടു. പോലീസ് കമ്മീഷണർ ഓഫീസിലെ അക്കൗണ്ട്സ് ഓഫീസറുടെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്ന് 25,000 രൂപ ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തു. ബാങ്കിൻ്റെ പേരിൽ വ്യാജ സന്ദേശം അയച്ചായിരുന്നു തട്ടിപ്പ്. പക്ഷേ അതേസമയം തട്ടിയെടുത്ത പണം തട്ടിപ്പുകാരുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കുന്നത് സൈബർ ക്രൈം പോലീസ് ഇടപെട്ട് തടഞ്ഞു. ഭാഗ്യം, ആ 25,000 രൂപ പോയില്ലല്ലോ. പക്ഷെ എന്തൊരവസ്ഥയല്ലേ. കമ്മീഷണർ ഓഫീസ് അക്കൗണ്ട്സ് ഓഫീസറുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ നിന്ന് പണം നഷ്ടപ്പെടുന്നു. ഇത് പോലീസുകാരെ കളിയാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും അല്ല കേട്ടോ. നമുക്ക് എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയൊക്കെ ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മൊമെൻറ്റ് മതി നമ്മൾ പറ്റിക്കപ്പെടാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വാർത്ത വായിച്ചത്. നമുക്ക് വരുന്ന ഓരോ ലിങ്കും നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതിന് മുമ്പ് ഒരു 10 പ്രാവശ്യം ആലോചിക്കണം. വളരെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരും. ചിലപ്പോൾ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും ചില പർച്ചേസിങ് സൈറ്റുകളിൽ നിൻ്റെ ഇതാണെന്നുള്ള രീതിയിൽ ലിങ്കുകളൊക്കെ വരിക. വളരെയധികം നമ്മൾ സൂക്ഷിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്തിട്ടില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന കാശ് പോവും, കുറേയൊക്കെ മാനം പോവും, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. സൂക്ഷിക്കണം. ഞാനും സൂക്ഷിക്കും. പക്ഷെ എന്തായാലും കുറച്ചുകൂടി സൂക്ഷിക്കണം. മറ്റൊരു കുഞ്ഞു വാർത്തയുണ്ട്. ഇന്ത്യയിൽ ഇന്ന് കായിക താരങ്ങളുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുന്നത് കാണുമ്പോൾ താൻ ജനിച്ചത് തെറ്റായ കാലത്താണെന്ന് തോന്നുന്നതായി കായിക താരം അഞ്ജു ബോബി ജോർജ് ക്രിസ്മസ് ചടങ്ങിലായിരുന്നു പരാമർശം. 25 വർഷമായി കായിക രംഗത്തുണ്ട്. അന്നത്തെയും ഇന്നത്തെയും സാഹചര്യങ്ങളിൽ വളരെയധികം മാറ്റമുണ്ട്. 20 വർഷം മുമ്പ് രാജ്യത്തിന് വേണ്ടി ആദ്യ രാജ്യാന്തര മെഡൽ ലഭിച്ചപ്പോൾ സ്വന്തം വകുപ്പിൽ ഉദ്യോഗ കയറ്റം പോലും ലഭിച്ചില്ല. എന്നാൽ നീരജ് ചോപ്ര ഒളിമ്പിക് മെഡൽ ലഭിച്ചപ്പോൾ ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചു. ഖേലോ ഇന്ത്യ, ഫിറ്റ് ഇന്ത്യ പദ്ധതികളിലൂടെ എല്ലായിടത്തും സ്പോർട്സ് സംസാര വിഷയമാണ്. നമ്മുടെ താരങ്ങൾ രാജ്യാന്തര തലത്തിൽ നല്ല പ്രകടനം നടത്തുന്നു. 2036 ഒളിമ്പിക്സിന് ഇന്ത്യ തയ്യാറാണെന്ന് അങ്ങ് പറഞ്ഞപ്പോൾ അത് സ്വപ്ന സാക്ഷാത്കാരമാണ്, അഞ്ജു പറഞ്ഞു. പ്രസംഗശേഷം പ്രധാനമന്ത്രി അഞ്ജുവിന് പ്രത്യേകം ആശംസ നേർന്നു. ഈ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണോ അതോ വേറൊരു പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിലാണോ? രാജ്യമണിയിച്ച ശ്രീ തിരിച്ചു കൊടുത്ത കുറച്ച് ബോക്സിംഗ് താരങ്ങളുടെ കാര്യം ഉണ്ടായിരുന്നു. ബൂട്ടഴിച്ച മറ്റൊരു സ്പോർട്സ് താരം ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു അവസരം കിട്ടുമ്പോൾ നമ്മൾ അതൊക്കെ കൂടി ഒന്ന് ഓർമ്മിപ്പിക്കണ്ടേ? സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. നാളെ മുതൽ പകൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഞാൻ പരമാവധി ശ്രദ്ധിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.